നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിന്റെ കുടുംബമാണ് ഫസ്റ്റ്. നിങ്ങൾ പോയി ചാവ്. നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പണം കണ്ട് ഒരുത്തിനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. അയ്യോ, നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. എന്തിന്? അതാ പറഞ്ഞ പോയി ചാവ്. നിങ്ങൾ പോയി ചാവ്. നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും കൂടുതൽ നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജിന? ആണ്. ഞാൻ ഇടപെട്ടെ. എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോവുക? എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ. ഇപ്പം ഇവിടത്തേക്കായിട്ട് വന്നതാണോ അതോ എവിടെയും വന്നിട്ട് കയറിയോ? അല്ല, ഇവിടത്തേക്കായിട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ അതിന്റെ കാരണക്കാരൻ അറസ്റ്റ് കൂട്ടിയാണ്. ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം പുള്ളി ലൈഫ് കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്തൊക്കെ വച്ചൊക്കെ എനിക്ക് താല്പര്യം. പക്ഷെ നമ്മളെ നോവിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നിങ്ങൾ വിളിച്ചിട്ട് ഇനിയും ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി ഡൈവോഴ്സ് ആയിട്ടില്ല. ഇന്നിപ്പോഴും എന്റെ ഭാര്യയാണോ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടൊക്കെ കാര്യം ചെയ്താൽ ഇനി സജിനയുമായിട്ട് സജിനെ പ്രൊട്ടക്ട് ചെയ്യാനോ സജിനെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്ക് പറയേണ്ടത് തോന്നുന്നു ഇനിയും പുള്ളിയെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ രീതിയിൽ പോകേണ്ടി വരും. കാരണം എന്റെ കുടുംബം ഞാനിവിടെ വരും. ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാ ഈ നോമ്പ് ഇതാക്കിയിട്ട് ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിന്റെ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും റസൂൽ നിൽക്കത്തില്ല. പിന്നെ എന്റെ അനിയന്റെ ഭാഗത്തുനിന്ന് ഒരു റോങ് ഉണ്ടാകുന്നത് മനസ്സിലായി. 100% പറയാം. എന്റെ മോനെ കുറിച്ച് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, എന്റെ മോനെ കുറിച്ച് എന്റെ അനിയനെ കുറിച്ച് പറയാൻ പറ്റും. അല്ല, ഞാൻ നല്ല വിഷയം അത് സഹോദരങ്ങൾ അങ്ങോട്ടും വിശ്വാസം തന്നെ ഉണ്ടാകും. പക്ഷെ ഇത് ഞാൻ ഇത്ര അറിഞ്ഞ കാര്യമാണ്. ഞാൻ കൊല്ലത്തിന് ഇവിടം വരെ വന്ന് ചർച്ച ചെയ്യണം. ചെറിയ റോൾ ഉണ്ടായിരുന്നു. അത് അവര് അടുപ്പം വെച്ചോ സ്നേഹം വെച്ചോ ചിലപ്പോൾ ഷൂട്ടിൽ ചെന്ന് കാണുമായിരിക്കും. ഇത് അദ്ദേഹം പറയുന്നില്ല. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞോളൂ. ഞാൻ സത്യനാരായണ സാറിനെ കാണാൻ റസൂൽ സാറിന്റെ എഡിറ്റിംഗ് അടക്കുമ്പോഴാണ് ഞാൻ പോയത്. ഞാൻ അവിടെ കണ്ടോന്ന് ഞാനിപ്പോ ഇത്രയും സ്ട്രോങ് എവിഡൻസ് ഉണ്ടായതിൽ ഇവിടെ വന്നിരിക്കണമെന്ന് ആലോചിച്ചു. ഓക്കെ.